ഹായ് ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മടക്കാണ്. ഇതിന് ഖാജ ഐനാസ് എന്നൊക്കെ പറയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മടക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഞാൻ ഏത് കപ്പിനാണോ മൈദ എടുത്തത് ഇതിനൊരു അരക്കപ്പ് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കല്ലിപ്പം നല്ല കട്ടിയായിട്ടുള്ള മാവാണ്. ഇത് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്നും കൂടെ ഒന്ന് നല്ലോണം കുഴയ്ക്കുക. മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ഇതിന് മേളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് ഷുഗർ എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 1 സ്പൂൺ കൺസിസ്റ്റൻസി. അതിന് കുറച്ചും കൂടെ ഒന്ന് 2 മിനിറ്റും കൂടെ വെക്കുക. ഷുഗർ സിറപ്പ് അതിന് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മാവെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് പരത്താന്നേരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തേക്കുന്ന കുറച്ച് എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു ബോൾ എടുക്കുക. ഈ പൊടിയിൽ മുക്കുക. ഇനി നല്ലോണം പരത്തിയെടുക്കാം. എത്രയും കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്തുക. ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇവിടെ മാവ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി നല്ലോണം സ്പ്രെഡ് ചെയ്യാവുന്ന. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി റൈസ് ഫ്ലോർ തൂവി കൊടുക്കുക. ഇങ്ങനെ ഇനി ഇത് മടക്കിയെടുക്കാം. ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കുക. കട്ട് ചെയ്യാൻ വേണമെങ്കിൽ 2 സൈഡിലും കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഇനി ഇത് മുറിക്കാം. ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. മാവിലൊന്ന് മുക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് നീളത്തിൽ പരത്താം. അതിലൂടെ സൈഡിൽ കാണാൻ ലെയർ ഇങ്ങനെ കാണാം. നല്ല കനം കുറച്ച് പരത്താം. ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കുക. ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെക്കുക. കടായി ചൂടായി കഴിയുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം ഫ്രൈ ചെയ്തെടുക്കാം. പൂരിയൊക്കെ ഫ്രൈ ചെയ്യാം.
ചേർക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്കൂടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ക്രിസ്പിയാണിത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക്. ഇനി ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു.